ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 44 വരെയുള്ള 4 വാക്യങ്ങളിൽ യേശുതമ്പുരാൻ കാണുന്ന ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട്. ഇന്ന് ആ ഒരു വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ചിന്തകൾ ധ്യാനത്തിനായിട്ട് നമുക്ക് എടുക്കാനായിട്ടുള്ളത്. ആ വിഷയം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു, അവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഭണ്ഡാരത്തിൽ പണമിടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ദേവാലയങ്ങളിലെല്ലാം വൈദികരെ കാര്യമായിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. നിശബ്ദ കാണിക്ക എന്നൊക്കെയുള്ള പേരിൽ ഈ കാലഘട്ടത്തിൽ പല കൺവെൻഷനുകളിലും പ്രസംഗത്തിനൊക്കെ പോയി നിൽക്കുമ്പോൾ പണസംബന്ധമായ ഉത്തരവാദിത്വമുള്ളവർ പണത്തെക്കുറിച്ച് അനൗൺസ് ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട്, നിശബ്ദ കാണിക്ക ഇടണം എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസ ഇടരുത്. ഇങ്ങനെയുള്ള ചില അർത്ഥതലങ്ങളൊക്കെ വെച്ചുകൊണ്ട് പലതരത്തിൽ ഈ ഭണ്ഡാരത്തിൽ പണമിടുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വാക്കുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പണം ദേവാലയത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളത് അവരും അതിനെ ഒരു പ്രധാനപ്പെട്ട തലത്തിൽ തന്നെ കാണുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. ഇവിടെ യേശു ഈ വിഷയത്തെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ദേവാലയത്തിൽ ഭണ്ഡാരത്തിൽ പണമിടുന്ന ആളുകളുടെ അവരിടുന്ന പണത്തിൻ്റെ സംഖ്യയേക്കാൾ ഉപരിയായി ഇടുന്നതിൻ്റെ പിന്നിലുള്ള മനോഭാവത്തെക്കുറിച്ച് യേശു വളരെ സശ്രദ്ധം വീക്ഷിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 മനോഭാവങ്ങളോടുകൂടി പൈസ ഇടുന്ന ആളുകളെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത് പണം ഇടുന്ന ആളുകൾ എന്ന് പറയുന്നത് അവിടുത്തെ ധനവാന്മാരായിട്ടുള്ള ആളുകളാണ്. ഇഷ്ടംപോലെ പണമുള്ള ആളുകൾ, അവർ നല്ലവണ്ണം പണം ദേവാലയത്തിൽ നിക്ഷേപിക്കുന്നുമുണ്ട്. രണ്ടാമത് ദേവാലയത്തിൽ പണമിടുന്ന ഒരു വിധവയായ സ്ത്രീയാണ്. ഈ വിധവയായ സ്ത്രീ അവൾക്കുള്ള അതിൽ നിന്ന് മുഴുവനായിട്ടും തൻ്റെ ഉപജീവനം മുഴുവനും അവൾ ഇട്ടു എന്ന് തന്നെയാണ് ഇതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. തനിക്കുള്ള തൻ്റെ ഉപജീവനം മുഴുവനും അവൾ സമർപ്പിച്ചു ദേവാലയത്തിൽ. അവളുടെ സമർപ്പണം എന്ന് പറയുന്നത് അതിൻ്റെ തുകയുടെ കണക്കിൽ വളരെ ചെറുതായിരുന്നുവെങ്കിൽ പോലും അത് അവളുടെ സമർപ്പണത്തിൻ്റെ തലത്തിൽ പൂർണ്ണതയുള്ളതായിരുന്നു എന്നുള്ള ക്രിസ്തുവിൻ്റെ ഒരു കണ്ടെത്തലാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വചനഭാഗം വെച്ചുകൊണ്ട് നാം നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ മനോഭാവങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ദേവാലയത്തിൽ പോകുന്നവരാണ് നാം, ദേവാലയത്തിൽ പണമിടുന്നവരാണ് നാം, ദേവാലയ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ദശാംശങ്ങളെല്ലാം സമർപ്പിക്കുന്നവരുമാണ് നാം. പക്ഷേ ഇതിൽ ആരുടെ മനോഭാവമാണ് നമുക്ക് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഈ ധനവാന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് എന്താണ്, അവരുടെ മനോഭാവം എന്താണ് എന്നുള്ളതിനെ നമുക്ക് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ധനവാന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവം അവർക്ക് സമ്പന്നമായ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഈ സമ്പന്നമായ അനുഗ്രഹങ്ങളുടെ നടുവിൽ നിന്ന് ഒരു അംശമാണ് അവർ ദൈവത്തിന് സമർപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് പണത്തിൻ്റെ ഒരു വിഷയത്തിലെ മാത്രമല്ല, മറിച്ച് അവരുടെ മനോഭാവത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാണുമ്പോഴും ഇത് ശരിയാണ്. ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധമെന്ന് പറയുന്നത്, അവരുടെ മനസ്സിൻ്റെ പൂർണ്ണമായ അടുപ്പമെന്ന് പറയുന്നത് അത് സമ്പൂർണ്ണമല്ല, അത് ഭാഗികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധം ആവശ്യമാണ് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സത്യമാണ്. ഈ സത്യം അവർക്ക് നിശ്ചയമുണ്ടായിരുന്നിട്ട് പോലും ദൈവത്തോടുള്ള അവരുടെ ആ നിശ്ചയത്തിൽ നിന്നുള്ള അവരുടെ ആ ബന്ധം വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ അവർ പൂർണ്ണമായും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുന്ന വ്യക്തികളായി മാറുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്,
പൂർണ്ണമായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്ന ഒരു സ്വഭാവ രീതി ഈ ധനവാന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ സമർപ്പണം എന്ന് പറയുന്നത് ഭാഗികമാണ്, അല്പമാത്രമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു പ്രശ്നം ഇതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നില്ല. സമ്പൂർണമായ ഒരു സമർപ്പണം, സമഗ്രമായ ഒരു സമർപ്പണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒത്തിരി ക്രിസ്ത്യാനികൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ദേവാലയത്തിൽ പോകുന്നവർ, ദൈവവിശ്വാസികൾ, പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ജീവിതം പൂർണ്ണമായും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയമാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ എന്നുള്ളത് നാം വളരെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അല്പമായി, ഭാഗികമായി നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിത രീതികളിൽ നിന്ന് അല്പമായി നാം ദൈവത്തിന് നമ്മെ തന്നെ മാറ്റിവെക്കുകയും ബാക്കിയുള്ള ഭാഗം നമ്മൾ തന്നെ ഉപയോഗിക്കുകയും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്ന് കണ്ടുവരുന്നത്. പലപ്പോഴും ഇവിടെയാണ് തിരുത്തൽ നമുക്കുണ്ടാകേണ്ടത്. പള്ളിയിൽ വരുന്ന സമയത്ത് നമ്മൾ പലർക്കും നല്ല ആത്മീയതയുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതചര്യകളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മീയത വളരെ മോശമായ ഒരു തലത്തിൽ നീങ്ങുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രാക്ടിക്കൽ ലൈഫിനെ ഒരിക്കലും ഒരു സ്പിരിച്വൽ ലൈഫുമായിട്ട് കൂടി കലർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ, ഉദാഹരണം പറഞ്ഞാൽ ജോലി മേഖലകളിലേക്ക്, ബിസിനസ് മേഖലകളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ബിസിനസ് മേഖലകളിൽ ഒന്നും നമ്മുടെ ആത്മീയതയെ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. നമ്മുടെ ബിസിനസ് മേഖലകൾ, നമ്മൾ ജോലി മേഖലകൾ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകൾ ഏത് തന്നെയായിരുന്നാലും അവിടെയെല്ലാം ആത്മീയമായ തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് കഴിയണം. അതാണ് സമ്പൂർണമായ സമർപ്പണം എന്ന് പറയുന്നത്. ഈ ധനവാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമർപ്പണമില്ല. അവരുടെ ബിസിനസ് പരമായ കാര്യങ്ങൾ, അവരുടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം അവരുടെ തന്നെ നിയന്ത്രണത്തിൽ പോവുകയും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ദൈവത്തിനായിട്ട് അവർ മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഈ വിധവ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തയായ ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിധവയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക്, വിധവ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഭർത്താവില്ലാത്തവളാണ്. ഭർത്താവില്ലാത്തവളായ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ പൂർണ്ണമായ ആശ്രയം ദൈവത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവളുടെ അനുദിന ജീവിതചര്യകൾ നടക്കണമെങ്കിൽ പോലും ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ അവൾക്ക് സാധിക്കുകയില്ല. അവളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൾക്കൊരു കൂട്ട്, അവൾക്കൊരു താങ്ങ്, അവളുടെ വേദനകൾ പങ്കുവെക്കാൻ, അവളുടെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ, ഇതിനെല്ലാം അവൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിൽ അവൾ ആയിരിക്കുന്നത് കൊണ്ടാണ് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കാനും അവൾക്കുള്ളതിനെ മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കാനുമായിട്ട് അവൾക്ക് സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. വിധവയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പിതാവും അവളുടെ ഭർത്താവും അവളെക്കുറിച്ച് അവളെ കരുതുന്നതും എല്ലാം ഇനി ദൈവം മാത്രമാണ്. അതുകൊണ്ട് അവൾക്കുള്ളതെല്ലാം, അവളുടെ ഉപജീവനം മൊത്തമായി അവൾ ദൈവത്തിന് സമർപ്പിക്കുകയും അവളുടെ ജീവിതക്രമത്തെ മുഴുവനായി ദൈവത്തിൽ നിന്ന് അവൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവൾ ഈ പണം മുഴുവനായിട്ട് ദേവാലയത്തിലേക്ക് സമർപ്പിച്ചാൽ പിന്നെ എങ്ങനെ അവളുടെ ജീവിതക്രമം മുന്നോട്ട് പോകും? അവിടെയാണ് അവളുടെ ചിന്ത, എനിക്ക് ഉള്ളതെല്ലാം ഞാൻ ദൈവത്തിന് കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ ദൈവം നിയന്ത്രിച്ചു കൊള്ളുമെന്നുള്ള മനോഭാവം. പക്ഷേ ധനവാന്മാരുടെ മനോഭാവം തികച്ചും വ്യത്യസ്തമാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് എനിക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് ഒരംശം ദൈവത്തിന് കൊടുക്കുകയും ബാക്കിയുള്ളതെല്ലാം സ്വന്തമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ ഒരു വ്യത്യസ്തതയാണ് ക്രിസ്തു അവിടെ പ്രധാനമായിട്ട് കാണുന്നത്. അല്ലാതെ ധനവാന്മാരിടുന്ന പണം കുറഞ്ഞുപോയി എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനവുമല്ല ക്രിസ്തു നടത്തുന്നത്. വിധവ ഇട്ട പണം കൂടിപ്പോയി എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനവുമല്ല ക്രിസ്തു നടത്തുന്നത്. മറിച്ച് ഈ വിധവയുടെ മനോഭാവം, ഇത് സമർപ്പിക്കുമ്പോൾ അവളുടെ മനോഭാവമാണ് യേശു തമ്പുരാൻ അവിടെ കാണിച്ചു തരുന്നത്. തികച്ചും സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ് കർത്താവ് ഈ ഒരു സംഭവത്തിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സമ്പദ്ഘടന നാം അത് പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾ നാം ക്രമീകരിക്കുമ്പോൾ അത് തികച്ചും സ്പിരിച്വലായിട്ട് നാം ക്രമീകരിക്കേണ്ടതുണ്ട്, ആത്മീയമായി നാം ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തലമാണ് ഇവിടെ കാണുന്ന മറ്റൊരു വശം എന്ന് നാം തിരിച്ചറിയുക. ക്രിസ്തുവിന് ദൈവം നമുക്ക് തന്നിട്ടുള്ള ദാനങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ വിധവയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്.
ദൈവം നമുക്ക് തന്നിട്ടുള്ള, അവൾക്ക് ദൈവം കൊടുത്തിട്ടുള്ള എല്ലാ ഉപജീവനവും അവൾ ദൈവത്തിന് തന്നെ മടക്കി കൊടുത്തുകൊണ്ട് അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവം നടത്തി കൊടുക്കുന്നു. ധനവാനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമാണ്. ദൈവം കൊടുത്തിട്ടുള്ള ആ ദാനങ്ങളും ദൈവം കൊടുത്തിട്ടുള്ള സമ്പത്തും സൗകര്യങ്ങളുമെല്ലാം ധനവാൻ സ്വയമായി സ്വീകരിച്ച് അവൻ്റെ കാര്യങ്ങൾ നടത്തുകയും അതിലൊരു ഭാഗം അവൻ ദൈവത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്ന രണ്ട് ജീവിതങ്ങൾ. നമ്മൾ ഇതിൽ തികച്ചും ഈ വിധവയുടെ ഒരു മാർഗം സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഒരു ആത്മീയ സാമ്പത്തിക ഭദ്രത ഉള്ള കുടുംബം ചെയ്യേണ്ടത്. ആത്മീകമായി തങ്ങളുടെ സമ്പദ്ഘടനയെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം ചെയ്യേണ്ടത് ഈ വിധവയുടെ ജീവിത ശൈലിയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് തരുന്ന പണം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു വഴിക്ക് 1,00,000 രൂപ കിട്ടിയെന്ന് കരുതുക. ഈ 1,00,000 രൂപയുടെ ദശാംശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവവേലയ്ക്ക് അവകാശപ്പെട്ടതാണ്. 10,000 രൂപ ദശാംശമായി നമ്മൾ ബാക്കി വെക്കുകയും അത് ദൈവത്തിന് കൊടുക്കുകയും ബാക്കിയുള്ള 90,000 രൂപ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് വിനിയോഗിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു ആത്മീയ മനുഷ്യന്റെ തലങ്ങളിൽ നിന്ന് നടന്നു വരുന്ന ഒരു സാമ്പത്തിക ക്രമീകരണം ഇത്തരത്തിലാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് വിധവയുടെ സംഭവത്തിൽ കാണാൻ സാധിക്കുന്നത്. 1,00,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ 1,00,000 രൂപയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് നമ്മൾ അതിനെ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഭണ്ഡാരം എന്ന് പറയുന്നത് തികച്ചും അത് ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന ഒരു ഭണ്ഡാരക്കുട്ടി എന്നുള്ള ഒരു അർത്ഥത്തെക്കാൾ ഉപരി ഇതിന് വളരെ ആത്മീയമായ ഒരർത്ഥം ഞാൻ കാണുന്നുണ്ട്. ഭണ്ഡാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശ്രീഭണ്ഡാരം എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നാം വിനിയോഗിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ള ലക്ഷ്യമാണ്. അല്ലാതെ അവിടെ ഇരിക്കുന്ന ഒരു പ്രത്യേകമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ സമർപ്പിക്കുന്നു എന്നുള്ള ഒരർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ദൈവം തരുന്ന സമ്പത്ത് പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സമർപ്പിക്കേണ്ടതുണ്ട് എന്നും ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സമർപ്പിക്കുന്ന ആ സമ്പത്ത് അത് ഏത് പ്രകാരം നാം വിനിയോഗിക്കണമെന്ന് ദൈവം തീരുമാനിക്കുകയും ആ തീരുമാനം നാം ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഒരു സാമ്പത്തിക ക്രമീകരണം നമ്മുടെ കുടുംബജീവിതത്തിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി വളരെ വലിയ പ്രയാസം നേരിടുകയാണ്. നമുക്കറിയാം, ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യം എന്നുള്ള തലത്തിൽ ഇന്ന് അത് ബാധിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വചന സന്ദേശം എന്നുള്ളത് കൊണ്ട് അതിന് വളരെ പ്രസക്തിയുണ്ട്. ഇത് ദൈവാത്മാവ് തന്ന ഒരു ബോധ്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ലോകം മുഴുവൻ എന്തുകൊണ്ട് ഇത്ര വലിയ സാമ്പത്തികമായ പരാധീനതയിൽ വീണുപോകുന്നു? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തുകൊണ്ട് പലതും നടക്കാതെ പോകുന്നു എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് സമ്പത്ത് വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ അടുത്ത ദിവസം എന്നെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ച ഒരു അമ്മച്ചിയെ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ദൂരെ ഒരു സ്ഥലത്ത് നിന്നാണ് എന്നെ വിളിച്ചത്. ഈ അമ്മച്ചിക്ക് പങ്കുവെക്കാനുണ്ടായിരുന്നത് അമ്മച്ചിയുടെ കൊച്ചുമോനെ കുറിച്ചുള്ള ചില സങ്കടങ്ങളായിരുന്നു. ഈ കൊച്ചുമകൻ്റെ ഈ അമ്മച്ചിയുടെ മകനും മകളും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. ഈ മകൻ വളരെ ചെറുപ്പം മുതൽ അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മുതലുള്ള കാലഘട്ടത്തിലെല്ലാം നാട്ടിൽ പഠിച്ചു വളർന്നു. പക്ഷേ ഇവൻ്റെ മാതാപിതാക്കൾ ഇവനോട് കൂടെ ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കൾ ഇവന് ആവശ്യമുള്ള പണം മുഴുവൻ അയച്ചു കൊടുക്കുമായിരുന്നു. 10ാം ക്ലാസ് വരെ ഈ ഗ്രാൻഡ് മദറിൻ്റെ സംരക്ഷണയിൽ ഈ കുഞ്ഞ് വലിയ തെറ്റൊന്നും കൂടാതെ തന്നെ ദേവാലയ ബന്ധത്തിലൊക്കെ ആയിട്ട് വളർന്നു വന്നു. പക്ഷേ പിന്നീട് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ മറ്റോ കടന്നു ചെന്ന് അവിടെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ജീവിത ശൈലി തന്നെ വളരെ മോശമായി മാറി. എല്ലാ ആഴ്ചയിലും അവന് 4,000 രൂപ 5,000 രൂപ വെച്ച് വേണം. അവൻ്റെ മാതാപിതാക്കൾ ഇഷ്ടംപോലെ പണം അവൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പണം അയച്ചു കൊടുത്ത് അവനത് ഉപയോഗിച്ച് എന്നിട്ട് അവൻ അതും തികയാതെ വരുമ്പോൾ അവൻ്റെ ഗ്രാൻഡ് മദർ എന്നോട് പറഞ്ഞത്, നാട്ടിലുള്ള ഈ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ കടന്നിരുന്ന പണം പോലും പലതരത്തിൽ ഈ അമ്മയെ പറ്റിച്ച് ഇവൻ അത് മേടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ അമ്മ പോലും അറിയാതെ ഈ അമ്മയെ ചെക്ക് ലീവോ മറ്റോ ഒപ്പിട്ട് മേടിച്ചൊക്കെയാണ്. എന്തായിരുന്നാലും അത് ഈ അടുത്ത കാലത്താണ് ഈ അമ്മ അറിയുന്നത്. അതിൽ വളരെ ഭാരപ്പെട്ടാണ് ഈ അമ്മ വിളിച്ചത്. ഇപ്പോൾ അവൻ വേറൊരു പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലാണ്. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് അവൻ ഒരുങ്ങുന്നു. പക്ഷെ ഇവൻ്റെ മാതാപിതാക്കൾ അതിന് സമ്മതിക്കുന്നില്ല.
മാതാപിതാക്കൾ നാട്ടിൽ വരുന്നു. ഇവനുമായിട്ട് ഭയങ്കര പ്രയാസങ്ങളുണ്ടാകുന്നു. വലിയ വടിയെടുത്ത് ഈ മകനെ അടിക്കുന്നു. 24-25 വയസ്സായി ഈ മകനെ മാതാപിതാക്കൾ ഒത്തിരി മർദ്ദിക്കുന്നു. ഒത്തിരി പ്രയാസങ്ങൾ ഈ മകനെ സൃഷ്ടിക്കുന്നു. ഈ മകന് അപ്പൻ്റെ നേരെ കയ്യോങ്ങുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. ഇവരെൻ്റെ അടുത്ത് വെച്ച് പറയുന്ന സങ്കടം ഇതാണ്, അച്ഛാ, എൻ്റെ മകന് വേണ്ടി ഞാൻ എത്ര പണം ചെലവാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 10-24 ലക്ഷം രൂപ ഈ മകന് വേണ്ടി ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ മകൻ നല്ലവണ്ണം ഒന്ന് പഠിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവന് നല്ല രീതിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിവാഹാന്തസ്സിലേക്ക് പോലും കടക്കുവാനായിട്ട് ഈ മകന് കഴിയുന്നില്ല. അതിനെ ഓർത്തുള്ള ഭാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാതാപിതാക്കൾ ഫോണിൽ വിളിച്ച് കരയുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ അവരോട് സംസാരിച്ചതാണ്. ഇവർ വിദേശത്ത് ജോലിക്ക് കൊണ്ടുപോയത് ആരാണ്? ഇവരെ തികച്ചും വിദേശ ജോലിക്ക് വേണ്ടി ഇവരെ നിയോഗിച്ചത് ദൈവം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവർക്ക് ആ ദേശത്ത് കടന്നു എന്ന് നല്ലവണ്ണം ജോലി ചെയ്യാനും സമ്പത്ത് ഇവർക്ക് ലഭിക്കാനും ഇവരെ അനുവദിച്ചത് ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് ഇവർക്ക് ലഭിച്ച സമ്പത്ത്. ഇവർ നല്ലവണ്ണം ദേവാലയത്തിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. പള്ളിക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം കൃത്യമായി വഴിപാടുകൾ സമർപ്പിക്കുന്നവരുമാണ് ഇവർ. പക്ഷേ എന്ത് സംഭവിച്ചു? ഇവർ പള്ളിക്ക് വഴിപാട് കൊടുക്കുന്നുണ്ട്, ദശാംശം ദൈവവേലയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, അനാഥാലയങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നുണ്ട്. ഇവർക്ക് കിട്ടുന്ന പണം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഇവർക്ക് ഉറപ്പുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ പണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല ഇവര് ഉപയോഗിച്ചത് അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തായിരുന്നില്ല. മകൻ ചോദിക്കുമ്പോഴെല്ലാം അവന് പണം അയച്ചു കൊടുത്ത് അത് ധൂർത്തടിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യം ഒരു പരിധി വരെ ഈ മകൻ ഒരുക്കി കൊടുത്തത് ഈ മാതാപിതാക്കൾ തന്നെയാണ്. തെറ്റായ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇവൻ പോകുവാൻ തക്കവണ്ണമുള്ള എല്ലാ പണസംബന്ധമായ സപ്പോർട്ടും ഇവന് ചെയ്തു കൊടുത്തത് ഈ മാതാപിതാക്കൾ തന്നെയാണ്. സഹോദരങ്ങളെ, അപ്പോൾ ദൈവം തികച്ചും ആഗ്രഹിക്കാത്ത ഒരു സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇവരുടെ സമ്പത്തിൽ നിന്ന് ഇവർ ഈ മേഖലയിൽ നടത്തുകയുണ്ടായി. അങ്ങനെ അവർ നടത്തിയ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ന് അവരുടെ ജീവിതത്തിന് വിനയായി വന്നിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ തരത്തിലാണ്. ദൈവത്തിന് വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കുന്നു, ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ചാരിറ്റിക്ക് വേണ്ടി കുറച്ച് ബാക്കി വയ്ക്കുന്നു, ബാക്കിയുള്ളതെല്ലാം എൻ്റെ കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ടെലിവിഷൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ടെലിവിഷൻ വാങ്ങിക്കുന്നത് തികച്ചും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയായിരിക്കണം. ഞാൻ ഏത് മോഡൽ ടെലിവിഷൻ വാങ്ങിക്കണം എന്നുള്ളത് ദൈവം എനിക്ക് നിർദ്ദേശിക്കുന്ന അത് ദൈവത്തിൻ്റെ ഒരു കൺസേൺ അനുസരിച്ച് ഞാൻ എൻ്റെ ഫിനാൻസ് ഞാൻ ആ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു കാർ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞാൻ ആ കാർ വാങ്ങിക്കുമ്പോൾ ഏത് കാറാണ്, ഏത് മോഡൽ കാറാണ്, എത്ര വരെ എക്സ്പെൻസ് വരുന്ന കാറാണ്, ഈ ദൈവം എനിക്ക് ദാനമായി തന്നിട്ടുള്ള ആ പണം ഞാൻ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അതിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിഞ്ഞ് ദൈവത്തിൻ്റെ ഒരു കൺസേൺ അനുസരിച്ച് ഞാനത് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഇവിടെ അഭിപ്രായം പറയുകയാണ്, ഞാൻ ദൈവത്തിന് ഉള്ളത് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നുണ്ടല്ലോ, ബാക്കിയുള്ളത് എൻ്റെ കാശ്, ഇത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വളരെ സങ്കടകരമായ ചില പ്രതികരണങ്ങളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നല്ല ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു നല്ല ബാങ്ക് തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾക്ക് ദൈവം ദാനമായി തരുന്ന പണം മുഴുവൻ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ബാങ്കിൽ ഉപയോഗിക്കുകയും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ATM കാർഡുകൾ വഴി അത് നമ്മുടെ ആവശ്യത്തിനൊത്ത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ഇതുപോലെ ഒരു സ്പിരിച്വൽ ബാങ്കിങ് സംവിധാനം തീർച്ചയായിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഒരു ആത്മീയമായ അക്കൗണ്ട്, ഒരു സ്പിരിച്വൽ അക്കൗണ്ട് സ്വർഗത്തിൻ്റെ ബാങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ദൈവം നമുക്ക് ദാനമായി ഓരോ വഴികളിൽ നിന്ന്, അത് സാലറി വഴിയാകാം, അത് നമ്മുടെ കുടുംബത്തിൻ്റെ മറ്റു വരുമാനങ്ങൾ വഴിയാകാം, നമ്മുടെ കൃഷി വരുമാനങ്ങൾ വഴിയാകാം, അങ്ങനെ നമുക്ക് കിട്ടുന്ന ഏതെല്ലാം വരുമാനങ്ങൾ, നമ്മുടെ ബിസിനസ് വഴിയാകാം, ആ വരുമാനം വഴി പല മേഖലകളിൽ നിന്ന് ദൈവം നമ്മുടെ കയ്യിൽ തരുന്ന പണം മുഴുവൻ ആ സ്വർഗീയ ബാങ്കിൻ്റെ ആ ഒരു സ്പിരിച്വൽ ബാങ്ക്, ഈ ശ്രീഭണ്ഡാരം എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ദൈവിക ബാങ്കിനെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്പിരിച്വൽ ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കുകയും ഈ ദൈവിക ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച്, ദൈവം എനിക്ക് അനുവദിക്കുന്നതനുസരിച്ച് എൻ്റെ കയ്യിലുള്ള പ്രാർത്ഥനയാകുന്ന ദൈവാശ്രയ ബോധമാകുന്ന ATM കാർഡ് ഉപയോഗിച്ച് അതാത് സമയങ്ങളിൽ ഇത് സ്വീകരിക്കുവാനും അതിൻ്റെ ആവശ്യത്തിനൊത്ത്, ദൈവം എനിക്ക് അനുവദിച്ചു തരുന്ന ആവശ്യത്തിനൊത്ത് അത് പിൻവലിക്കുവാനും അത് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സ്പിരിച്വൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ രൂപീകരിച്ചെടുത്താൽ
തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയും. ലോകം മുഴുവൻ ഈ ഒരു മാതൃക പിന്തുടരാൻ തയ്യാറായാൽ ലോകം മുഴുവനും ആ വലിയ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് പുറത്തു ചാടാനായിട്ട് കഴിയുകയും ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ മേഖലകളിലൊക്കെ ഒരുപാട് മാന്യമുണ്ട്. പക്ഷെ എനിക്കറിയാവുന്ന ചില വ്യക്തികളുണ്ട്, അവര് വളരെ ആത്മീയമായിട്ട് അവരുടെ ബിസിനസ് മുന്നോട്ട് നയിക്കുന്ന ആളുകളാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്ത് അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. ദശാംശം ദൈവവേലയ്ക്ക് കൊടുക്കുന്ന ആളുകളാണ്. ദൂർത്തടിക്കാത്ത ആളുകളാണ്. അങ്ങനെയുള്ള ചില വ്യക്തികളുടെ ഒക്കെ ജീവിതത്തിൽ ഞാൻ ഈ കാലഘട്ടത്തിൽ നേരിട്ട് കാണുന്നുണ്ട്. അവരുടെ ബിസിനസ്സിന് യാതൊരു കുറവുമില്ല. അവർക്ക് ഇഷ്ടം പോലെ കൺസ്ട്രക്ഷനൊക്കെ കിട്ടുന്നതുമുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ അവരുടെ ബിസിനസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത് ഒരു സ്പിരിച്വൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അവർ നിർവഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ ബാങ്കിൽ ഇന്ന് നമുക്കൊരു അക്കൗണ്ട് തുടങ്ങാം. ഇവിടെ കർത്താവ് ആ ഒരു ശ്രീഭണ്ഡാരം എന്ന് കാണുന്നത് ഒരു നമ്മുടെ പള്ളികളിൽ കാണുന്ന ഒരു ഇരുമ്പ് കുറ്റിയെ അല്ല, അതിനേക്കാളൊക്കെ ഉപരിയായ അർത്ഥതലത്തിൽ ഒരു സ്വർഗീയ ബാങ്കിനെയാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ വിധവ സമർപ്പിച്ചതുപോലെ ആ ബാങ്കിൽ വിധവ സമർപ്പിച്ചതുപോലെ അവൾക്കുള്ളത് മുഴുവൻ, അവളുടെ ഉപജീവനം മുഴുവൻ ആ ബാങ്കിൽ സമർപ്പിച്ചുകൊണ്ട് പിന്നീട് ദൈവം അവൾക്ക് നൽകുന്നത്, അവളെ അനുവദിക്കുന്നതനുസരിച്ച് അതിൽ നിന്ന് ATM വഴി അവൾ സ്വീകരിച്ച് അവളുടെ കാര്യങ്ങൾ ദൈവ ഇഷ്ടപ്രകാരം നിർവഹിക്കുന്നത് പോലെ. മറിച്ച് ധനവാന്മാർ ചെയ്യുന്നത് പോലെയല്ല. ധനവാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ദൈവം കൊടുത്ത ദാനങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ അക്കൗണ്ടിലേക്ക് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ ഉപജീവനം കഴിക്കാനെന്നുള്ള ആ ഒരു മനോഭാവത്തിൽ കുറച്ച് ദൈവത്തിന് അങ്ങ് കൊടുത്തിട്ട് ബാക്കിയുള്ളത് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കുന്നത് പോലെയല്ല. പൂർണ്ണമായും ദൈവത്തിന്റെ അക്കൗണ്ടിൽ നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ദൈവം എന്നെ അനുവദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും, എൻ്റെ ആഡംബരങ്ങൾ, എൻ്റെ സൗകര്യങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ എല്ലാത്തിനും ദൈവത്തോട് ചോദിച്ച് ദൈവം തരുന്ന നിർദ്ദേശമനുസരിച്ച് പണം പിൻവലിച്ച് അത് ഉപയോഗിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും, സാമ്പത്തികമായ പ്രതിസന്ധികളെല്ലാം നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളൊരു സന്ദേശമാണ് ഈ വിധവയുടെ ചുള്ളിക്കാശിൻ്റെ സമർപ്പണത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു ഉൾക്കാഴ്ചയും ബോധ്യവും. ഈ ബോധ്യം നമുക്ക് സ്വീകരിക്കാം. കർത്താവ്, ഞാൻ ഇന്ന് ഈ വിഷയം സംസാരിക്കാനായിട്ട് എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് ഇന്ന് രാവിലെയാണ് സത്യത്തിൽ പ്രേരണ തന്നത്. ഞാനിവിടെ ഇരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പല ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതൊരു ദൈവിക സന്ദേശമായിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാം. സാമ്പത്തികമായ ഒരുപാട് ധൂർത്ത് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രത നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്. അത് പണപരമായും മറ്റ് ഭൗതികമായ മറ്റ് സാഹചര്യങ്ങളിലൂടെയും എല്ലാം ഞങ്ങൾക്ക് അവിടുന്ന് തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്യുന്നത് ആ സമ്പത്തിൻ്റെ ഒരു ഭാഗം അങ്ങേക്ക് നൽകുകയും ബാക്കിയുള്ളത് ഞങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് വിനിയോഗിക്കുകയും ചെയ്യുകയാണ്. അത് ധനവാന്മാരുടെ ശ്രീഭണ്ഡാരത്തിലെ പണസമർപ്പണം പോലെയാണ് എന്ന് ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു. എന്നാൽ വിധവയുടെ സമർപ്പണത്തിൻ്റെ വ്യത്യസ്തത ഞങ്ങളിന്ന് മനസ്സിലാക്കി. അവൾക്കുള്ളതിനെ മുഴുവൻ ദേവാലയത്തിൽ സമർപ്പിച്ചിട്ട്, ആ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചിട്ട്, സ്വർഗീയ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചിട്ട് അവളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം, ഇനിയുള്ള അവളുടെ അനുദിന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ചുമതല ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ വിധവയുടെ മനോഭാവത്തിലേക്ക് വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുതന്നെയാണ് ശരിയെന്ന് ഈ കാഴ്ച നോക്കി നിന്ന് ക്രിസ്തു കണ്ടെത്തുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കർത്താവേ, യേശുവേ, അവിടുന്ന് കണ്ടെത്തിയ ആ സത്യത്തെ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള, ആത്മീകമായി സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായി ഞങ്ങളെ മാറ്റണമേ. അമ്മേ, മാതാവിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.